സുജിത്തിനെ തല്ലിയ പോലീസുകാരന് യൂണിഫോം അണിഞ്ഞാൽ അവരുടെ മുട്ടുകാല് തല്ലി ഒടിക്കാൻ ത്രാണിയുള്ള കുട്ടികളാണ് ഇന്നിവിടെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത്. കൊടിസുനിക്ക് മദ്യവും കഞ്ചാവും മാത്രമല്ല, അത്യാവശ്യം കൂട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ കേരളത്തിലെ നാണം കെട്ട പോലീസ്. പിണറായിന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കേരളത്തിൽ പെൻഷൻ വാങ്ങാൻ പോകുന്നില്ല. ഞങ്ങളെ ഈ സമരം എന്ന് പറയുന്നത് ന്യായമായ സമരമാണ്. സർക്കാരിന്റെ ഉൾപ്പെടെ പരസ്യ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ കുത്തിക്കീറുകയാണ് KSU പ്രവർത്തകർ. കറക്റ്റ് പറഞ്ഞാൽ പോലീസ് ബുള്ളി വീണ്ടും കേരളത്തിൽ തിരിച്ചു വരികയാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റ് നിരവധി ചെറുപ്പക്കാരെ തല്ലിച്ചതക്കുകയാണ്. അവരുടെ ഭാവി തകരുകയാണ്. ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടരും. നമസ്കാരം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുജിത്തിന് അനുകൂലമായി, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ സേനയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ മുറവിളി നടത്തിയിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സൂപ്പല്ല
കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് ആ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി KSU പ്രവർത്തകർ ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. സംസ്ഥാന KSU നേതൃത്വമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ നിയമസഭയിലേക്കുള്ള പ്രതിഷേധം കഴിഞ്ഞ് ഇപ്പോൾ നടു റോഡിലേക്ക് അവർ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് സുജിത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വലിയ രീതിയിലുള്ള ഒരു മർദ്ദനമായിരുന്നു നടന്നിരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ KSU പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ്. പോലീസ് 10 തവണയിലധികം ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി KSU പ്രവർത്തകർ നടുത്തളത്തിലേക്ക് നടു റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും
പോലീസ് ഈ ട്രാഫിക് നിയന്ത്രണത്തിനായി ഒരുക്കിയിരിക്കുന്ന അവരുടെ സജ്ജീകരണ ഉപകരണങ്ങളെല്ലാം തന്നെ അവർ ഇപ്പോൾ നടു റോട്ടിൽ വെച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സുജിത്തിനെ മർദ്ദിച്ചതിനെതിരെയും ഈ പോലീസിന്റെ കടുത്ത നടപടികൾക്കെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇവരിപ്പോൾ തിരുവനന്തപുരത്തെ പാളയത്തുള്ള റോഡ് ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. KSU പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ നിരവധി KSU വിദ്യാർത്ഥികളാണ് നിലവിലിപ്പോൾ തലസ്ഥാനത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ കസ്റ്റഡി മർദ്ദനത്തിനെതിരെയും പോലീസിന്റെ അനീതിക്കെതിരെയുമാണ് ഇവർ പോരടിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസവും സംസ്ഥാന DGPയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ സമാനമായ രീതിയിൽ KSU പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. അതിപ്പോൾ നിയമസഭ കവാടത്തിന് മുന്നിലേക്കും എത്തിയിരിക്കുന്നു. ആ ഒരു പ്രതിഷേധം അതിര് കടന്നു എന്നുള്ളൊരു സംശയവും നിലനിൽക്കുകയാണ്. കാരണം നടു റോഡിൽ KSU പ്രവർത്തകർ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് സുജിത്തിനെ മർദ്ദിച്ചതിനെതിരെയും. അതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ കസ്റ്റഡി മർദ്ദനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്ന വളരെ വലിയൊരു ചർച്ചയായിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരണം നടത്തുന്ന ഒരു പ്രവണതയായിരുന്നു. നിലവിലിപ്പോൾ CPMന്റെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ KSU പ്രവർത്തകർ നിരത്തുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ വലിച്ചു കീറുന്ന അവസ്ഥയാണുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും KSU പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ അറിയിക്കുകയാണ്. പോലീസിന്റെ ഈ ഒരു നടപടിക്കെതിരെ, കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള ഈ ഒരു നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം DGP ഓഫീസിലേക്കും സമാനമായ രീതിയിൽ KSU പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. എന്നാൽ അത് ഇത്ര അതിര് കടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിര് കടന്നുള്ള പ്രതിഷേധമാണോ KSU പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള ബാരിക്കേഡ് പോലുള്ള സംഭവങ്ങൾ അവരിപ്പോൾ എടുത്തുകൊണ്ട് റോഡിലൂടെ നടക്കുകയാണ്. ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ കീറിപ്പറിച്ചുകൊണ്ട് KSU പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഈ കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പുറത്താക്കണം എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ. കസ്റ്റഡി മർദ്ദനം പിണറായി സർക്കാരിന്റെ വീഴ്ചയാണിത്, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നിലവിലിപ്പോൾ KSU പ്രവർത്തകർ ഇപ്പോൾ നിയമസഭാ കവാടത്തിന് മുൻപിൽ നിന്നും പാളയം കഴിഞ്ഞു ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് KSU ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഈ ഒരു കസ്റ്റഡി മർദ്ദനം തന്നെയായിരുന്നു കേരളത്തിലെ തന്നെ പ്രധാന ചർച്ചാ വിഷയം. നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ഒരു വിഷയത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ഇതാ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ പരസ്യ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ കുത്തിക്കീറുകയാണ് KSU പ്രവർത്തകർ. എന്തായാലും തെരുവിലേക്ക് ഈ ഒരു സമരം, ഈ ഒരു പ്രതിഷേധം കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. നിയമസഭാ മാർച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരിപ്പോൾ നടു റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇതിനി സെക്രട്ടേറിയറ്റ് കവാടത്തിന് മുന്നിലേക്ക് പോവുകയാണോ എന്നുള്ള ചോദ്യമാണ്. ആ ഒരു പാതയിലാണ് ഇവരിപ്പോൾ സമരക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് സമരം കടക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് കവാടത്തിന് മുൻപിൽ എത്തിയിരിക്കുന്നു. നിരവധി ഫ്ലെക്സ് ബോർഡുകൾ, അതായത് നമ്മുടെ സർക്കാരിൻ്റെ വിവിധ പരസ്യ ബോർഡുകളെല്ലാം തന്നെ കീറിപ്പറിച്ചുകൊണ്ടും ട്രാഫിക് പോലീസ് ഈ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ തലയിലെടുത്തുകൊണ്ടാണ് ഇവരിപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം നടു റോഡിലേക്ക് എത്തിയിരിക്കുന്നു. കസ്റ്റഡി മർദ്ദനം നടത്തുന്ന പോലീസുകാരെ ഉടൻ തന്നെ സേനയിൽ നിന്നും പിരിച്ചുവിടണം. അവരെ സസ്പെൻഡ് ചെയ്ത് സുഖവാസത്തിന് വിടേണ്ടതല്ല. അത്തരത്തിലൊരു കാര്യമല്ല ഇവർ ചെയ്യുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പോലീസുകാർക്കെതിരെ തക്കതായ നിയമ നടപടി സ്വീകരിക്കണം. അവരെ സേനയിൽ ആവശ്യമില്ല, സേനയിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം തന്നെയാണ് KSU പ്രവർത്തകർ ഉയർത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സമാനമായ നിലപാട് തന്നെയായിരുന്നു എടുത്തിരുന്നത്. എന്തായാലും നിലവിലിപ്പോൾ നിയമസഭാ കവാടത്തിനു മുൻപിൽ നടന്ന മാർച്ച്
ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുകയാണോ എന്നതാണ് പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടു റോട്ടിലേക്ക് കടന്നിരിക്കുന്നു. അതിര് കടന്നോ ഈ പ്രതിഷേധം എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. നിരവധി തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 10-ലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും സമരക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. എന്നാൽ റോഡ് ഉപരോധത്തിലേക്ക് ഉൾപ്പെടെ കടക്കുകയുണ്ടായി. നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്കാണ് KSU സമര പ്രവർത്തകർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ സംസ്ഥാനത്തെമ്പാടും തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക്, അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിഷേധ സെക്രട്ടേറിയറ്റിലേക്ക് പോകാനാണ്. ഞങ്ങളെ ഈ സമരം എന്ന് പറയുന്നത് ന്യായമായ സമരമാണ്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ മാത്രമല്ല, ഒരുപാട് യുവാക്കൾക്ക് നേരെ പോലീസ് ഇന്ന് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത്. കറക്റ്റ് പറഞ്ഞാൽ പോലീസ് ബുള്ളി വീണ്ടും കേരളത്തിൽ തിരിച്ചു വരികയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ഏറ്റവും കൂടുതൽ പോലീസ് ബുള്ളിങ് നടക്കുന്നത്. നിലവിൽ VS അച്യുതാനന്ദന്റെ ചരിത്രം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിവസങ്ങളിൽ പറയുമ്പോൾ പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് പോലീസിന് നിരവധിയായിട്ടുള്ള ക്രൂരഹത്യകൾക്ക് അവരിടയായിട്ടുണ്ട് എന്ന്. അതേ പിണറായി വിജയന്റെ ഗവൺമെന്റ് നിരവധി ചെറുപ്പക്കാരെ തല്ലിച്ചതക്കുകയാണ്. അവരുടെ ഭാവി തകരുകയാണ്. അവരുടെ കുടുംബങ്ങൾ അനാഥകയാകുകയാണ്. ഈ ഒരു അവസ്ഥയിൽ KSU പോലെയുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ തീർച്ചയായും ശക്തമായി മുന്നോട്ട് തന്നെയാണ്. ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഒരു ധാർമ്മികമായ സമരമാണ്. പ്രധാനമായും സുജിത്തിന്റെ വിഷയം തന്നെയാണ് കുന്നംകുളത്തെ സുജിത്തിന്റെ. തീർച്ചയായിട്ടും ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് വരുന്നത്. പലതരത്തിലും പോലീസും CPM-ഉം പിണറായി വിജയന്റെ കോക്കസും ചേർന്നുകൊണ്ട് ഇതെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ തെല്ലും ഞങ്ങൾ പിന്നിലാക്കി ആ സമരം ചെയ്യുമെന്ന് തീർച്ചയായും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും KSU-വിന്റെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ അഭിജിത്താണ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുജിത്തിന് നീതി ലഭിച്ചത് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ്. കാരണം ഈ ഒരു സംഭവത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ വേണ്ടി ആ ഒരു ദൃശ്യം, കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുള്ള ആ ഒരു സംഭവ ദൃശ്യം പുറത്ത് വരേണ്ടി വന്നു. ആ ഒരു ദൃശ്യം കോടതിക്ക് ബോധ്യപ്പെടുകയും കസ്റ്റഡി മർദ്ദനം നടന്നു എന്ന് കോടതിക്ക് മനസ്സിലാകാൻ സാധിക്കുകയും ചെയ്തതാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ കാരണമായത്. എന്തായാലും KSU പ്രവർത്തകർ നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റ് കവാടത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിഷേധം ആളിക്കത്തുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പിണറായി സർക്കാരിൻ്റെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ വലിച്ചു കീറി ഈ പാതയിലുടനീളം അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. പോലീസ് അണിനിരന്നിരിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്നുള്ളൊരു അറ്റാക്കായി വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. കാരണം അവർ നിയമസഭാ കവാടത്തിലേക്ക്, നിയമസഭയിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുന്നു, പ്രതിഷേധ പ്രകടനം പ്രഖ്യാപിക്കുന്നു. അതിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസിൻ്റെ ലാത്തിയും പടക്കോപ്പുകളും എല്ലാം തന്നെ ഇപ്പോൾ KSU പ്രവർത്തകർ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം വളരെ വലിയ രീതിയിൽ സംസ്ഥാനത്ത് ആളിക്കത്തിക്കാനാണ് KSU-വിന്റെ തീരുമാനമെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും എല്ലാം തന്നെ വ്യക്തമാവുകയാണ്. നിലവിലിപ്പോൾ പോലീസിന്റെ ഷീൽഡ് KSU പ്രവർത്തകർ അടിച്ചു പൊളിക്കുന്ന റോഡിൽ അടിച്ചു പൊളിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു മാർച്ച് അതിര് കടന്നു പോയോ? കാരണം ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ളവ KSU പ്രവർത്തകർ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും കസ്റ്റഡി മർദ്ദനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലവിലിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിലേക്കുള്ള മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങളുമായി പോലീസ് ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പരസ്യ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ ഇവർ വലിച്ചു കീറിയിരിക്കുകയാണ്, നടു റോട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് പുറകു വശത്തേക്ക് KSU പ്രവർത്തകർ പോകുന്നുണ്ടോ എന്ന് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചിലരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. കാരണം പോലീസിൻ്റെ ഷീൽഡ് റോഡിൽ അടിച്ചു പൊട്ടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഈ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ തന്നെയാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രതിഷേധം അതിര് കടന്നോ എന്നുള്ളൊരു സംശയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു.
പോലീസ് നിലവിൽ ഇപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 KSU പ്രവർത്തകരെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിരവധി KSU പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിനെതിരെയുള്ള പ്രതിഷേധം വളരെ വലിയ രീതിയിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള KSU പ്രവർത്തകരാണ് നിലവിലിപ്പോൾ നിയമസഭയിലേക്ക് മാർച്ചുമായി എത്തിയത്. ആ മാർച്ച് അവിടെ അവസാനിച്ചില്ല, അത് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സർക്കാരിൻ്റെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ വലിച്ചു കയറി ട്രാഫിക് പോലീസ് ഗതാഗത നിയന്ത്രണത്തിനായി ഏർപ്പെടുത്തിയ അവരുടെ സംവിധാനങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് അവർ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ നിലവിലിപ്പോൾ പോലീസ് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 2-3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കസ്റ്റഡി മർദ്ദനം ആ ഒരു വിഷയം പ്രധാനമായും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടുമെന്നാണ് KSU പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ പോലീസുകാർ നിലവിലിപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം അതിൽ കടന്നു. കാരണം പോലീസ് പരമാവധി ക്ഷമിച്ചിരുന്നു. കാരണം ഏകദേശം 10-ലധികം തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു. എന്നിട്ടും സമരക്കാർ പിരിഞ്ഞു പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ KSU പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിരിഞ്ഞു പോകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. എന്നാൽ ഇവർ വഴിനീളെ നിയമസഭാ കവാടത്തിന് മുൻപിൽ നിന്നും പാളയത്തേക്ക് നടക്കുന്നു. പാളയത്ത് നിന്നും നേരെ യൂണിവേഴ്സിറ്റി ജംഗ്ഷനിലേക്ക് നടക്കുന്നു. ജംഗ്ഷനിൽ നിന്നും നേരെ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തിച്ചേരുകയായിരുന്നു. നിലവിലിപ്പോൾ ജില്ലാ നേതൃത്വം, കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളലിലേക്ക് നീങ്ങിയിരിക്കുന്നു. നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ജില്ലാ നേതാവ് ഇപ്പോൾ KSU പ്രവർത്തകരെ ഈ ഒരു വലിയ പ്രതിഷേധത്തിൽ നിന്നും ഇത്തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എങ്കിലും നിലവിൽ ഈ ഒരു ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള നടത്തിയിരിക്കുന്ന KSU പ്രവർത്തകരെ നിലവിലിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 200-ലധികം പ്രവർത്തകരാണ് ഇന്ന് പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരുന്നത്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഭൂരിപക്ഷം പ്രവർത്തകരെയും നിലവിലിപ്പോൾ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവരുടെ കാണേണ്ടതുണ്ട്. അവസാനിപ്പിക്കില്ല, ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടരും. മര്യാദ വേണ്ടേ? വടക്കാഞ്ചേരി സ്റ്റേഷനില് ഞങ്ങളുടെ 3 പ്രവർത്തകരെ എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ കടുക്കുകയാണ്. നിലവിലിപ്പോൾ അലോഷ്യസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇനിയും KSU പ്രവർത്തകർ ഈ ഒരു നഗരത്തിൽ ഇങ്ങനെ പ്രതിഷേധം നടത്താൻ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ, അതായത് സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ഈ ഒരു പാതയിൽ KSU പ്രവർത്തകർ അവർ അണിനിരന്നിട്ടുണ്ട്. അവർ വീണ്ടും പ്രതിഷേധവുമായി എത്തുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. എന്തായാലും ജില്ലാ നേതൃത്വം വന്ന് ഈ ഒരു പ്രശ്നം ഗുരുതരമാക്കരുത്, കാരണം ഈ ഒരു പ്രതിഷേധം അതിര് കടന്ന് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയുണ്ടായ. നിലവിലിപ്പോൾ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ശ്രമമാണ്
പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ ഒരു കുന്നംകുളം കസ്റ്റഡി മർദ്ദനം തന്നെയാണ്. പോലീസ് KSU പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതിന് ഈ ഒരു മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സേനയിൽ നിന്നും ഉൾപ്പെടെ പിരിച്ചുവിടണം എന്നുള്ള ഒരാവശ്യം തന്നെയാണ് ഇവർ ഉയർത്തുന്നത്. കാരണം വളരെ മൃഗീയമായ രീതിയിലാണ് സുജിത്തിനെ അന്ന് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയാക്കിയത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നിലവിലിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. KSU പ്രവർത്തകരെ ഇപ്പോൾ ഒന്നൊന്നായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്നായിരുന്നു ഈ ഒരു പ്രതിഷേധം ആളിക്കത്തിയത്. കാരണം നിയമസഭയിലേക്ക് ഒരു മാർച്ച് KSU പ്രവർത്തകർ പ്രഖ്യാപിക്കുന്നു. എന്നാൽ അത് നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും അത് ആ ഒരു പ്രതിഷേധത്തിന് ശമനമുണ്ടായില്ല. തുടർന്ന് KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ പോലീസ് ഇപ്പോൾ എത്തുന്ന പ്രവർത്തകരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വനിതാ പ്രവർത്തകരെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്നാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം മിന്നലായി KSU പ്രവർത്തകർ എത്തിച്ചേരുന്നത്. കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് സുജിത്തിന് വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്ക് സംഭവിച്ചിരുന്നു. ശാരീരിക അസ്വസ്ഥതകളും മാനസികമായ സുജിത്ത് തളർന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കോടതിയിൽ തെളിയിക്കേണ്ടി വന്നു. കോടതിക്ക് അത് മനസ്സിലായി. കസ്റ്റഡി മർദ്ദനം നടന്നു എന്ന്, സുജിത്ത് മദ്യപിച്ചു എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പോലീസ് ഉയർത്തിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ കള്ളമാണ് എന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു. സുജിത്തിൻ്റെ രക്തം ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. എന്നാൽ ക്രൂര പോലീസ് മർദ്ദനത്തിന് ഇരയായി എന്ന് അന്ന് കോടതിയിൽ തെളിയിക്കാൻ സുജിത്തിന് സാധിച്ചു എന്നതുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ ക്രൂരമായി, അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കൂട്ടത്തോടെ മർദ്ദിക്കുന്നു. ഇതിനെതിരെ ഇത് സത്യത്തിൽ നമ്മുടെ സാധാരണക്കാരായ ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കേസിൽ ആരെങ്കിലും പരാതി കൊടുത്തു, ചിലപ്പോൾ നമ്മൾ തെറ്റുകാരായിരിക്കാം, അല്ലായിരിക്കാം. എങ്കിലും ഇത്തരത്തിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അതൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഇതിനെതിരെ സുജിത്ത് പോരാടുകയായിരുന്നു. സുജിത്തിന് ഇത് പ്രകാരം കോടതിയിൽ നിന്നും നീതി ലഭിച്ചു. എങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നടപടിയാണ് ഈ ഒരു സംഭവത്തിൽ എടുത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാങ്ങാമോഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്നെ സേനയിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് തന്നെ കടന്നു. പക്ഷേ ഇത്തരത്തിൽ ക്രൂരമായി ഒരു യുവാവിനെ മർദ്ദിച്ച നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് സേനയിൽ നിന്നും പിരിച്ചുവിടുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. നിലവിൽ ഇപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. പോലീസ് ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിനിടെയാണ് നിലവിലിപ്പോൾ KSU പ്രവർത്തകർ, കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ സമരം അവസാനിപ്പിച്ച്, പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് പ്രവർത്തകരെ നിലവിലിപ്പോൾ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്തായാലും സുജിത്തിൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും കസ്റ്റഡി മർദ്ദനം ഈ ഒരു സംഭവം കേരളത്തിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും പോലീസുകാരെ നമ്മുടെ സർക്കാർ അടക്കി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ഒരു ആഭ്യന്തരത്തെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ആരോപിച്ചതാണ്. എന്തായാലും കസ്റ്റഡി മർദ്ദനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരിക്കലും അനുവദിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വരും ദിവസങ്ങളിലും KSU പ്രവർത്തകർ വലിയ രീതിയിലുള്ള സമരവുമായി രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.